ശ്രീമദ് വാൽമീകി രാമായണം ബാലകാണ്ഡം സർഗം 73 സീതാദീനാം വിവാഹഘട്ട ശ്ലോകങ്ങൾ 6 മുതൽ 10 കൂടിയത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ത്വരയാഭ്യുപയാദോഹം ദ്രഷ്ടുകാമസ്വസുസുതം തസ്യ ത്വം രാജശാർദൂല പ്രീതിം കർത്തുമിഹാർഹസി. ത്വരയാഭ്യുപയാദോഹം ദ്രഷ്ടുകാമസ്വസുസുതം തസ്യ ത്വം രാജശാർദൂല പ്രീതിം കർത്തുമിഹാർഹസി. ത്വരയാ വേഗത്തിൽ, അഭ്യുപയാദഃ അഹം ഞാൻ വന്നിരിക്കുന്നു, ദ്രഷ്ടുകാമഃ കാണുവാൻ ആഗ്രഹിച്ച്, സ്വസുഹു സുതം സഹോദരിയുടെ മകനെ, തസ്യ അവന്, ത്വം നീ, രാജശാർദൂല രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായവനെ, പ്രീതിം കർത്തും സന്തോഷം നൽകാൻ, ഇഹ അർഹസി ചെയ്യേണ്ടതാണ്, യോജിച്ചതാണ്. അതായത് രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായവനെ, എൻ്റെ സഹോദരിയുടെ മകനെ കാണാനുള്ള ആഗ്രഹത്തോടെ ഞാൻ വേഗത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നു. അതിനാൽ അവനെ സന്തോഷിപ്പിക്കേണ്ടത് നിനക്ക് യുക്തമാണ്. അതായത് ബന്ധുസ്നേഹവും പരസ്പര ആദരവുമാണ് കുടുംബങ്ങളുടെ അടിസ്ഥാനം. 7-ാമത്തെ ശ്ലോകം. തസ്യ തത് വചനം ശ്രുത്വാ മധുരം മധുരാക്ഷരം അഥ രാജാ ദശരഥഃ പ്രിയാതിഥിമുപസ്ഥിതം ദൃഷ്ട്വാ പരമസത്കാരൈഃ പൂജനാർഹമപൂജയത്. തസ്യ തത് വചനം ശ്രുത്വാ മധുരം മധുരാക്ഷരം അഥ രാജാ ദശരഥഃ പ്രിയാതിഥിമുപസ്ഥിതം ദൃഷ്ട്വാ പരമസത്കാരൈഃ പൂജനാർഹമപൂജയത്. തസ്യ അവന്റെ, തദ്വചനം ആ വാക്കുകൾ, ശ്രുത്വാ കേട്ടിട്ട്, മധുരം മധുരമായ, മധുരാക്ഷരം മധുരഭാഷയുള്ള, അഥ തുടർന്ന്, രാജാ ദശരഥഃ രാജാവായ ദശരഥൻ, പ്രിയാതിഥിം പ്രിയപ്പെട്ട അതിഥിയെ, ഉപസ്ഥിതം എത്തിയിരിക്കുന്ന, ദൃഷ്ട്വാ കണ്ടിട്ട്, പരമസത്കാരൈഃ അത്യുന്നതമായ ആദരവുകളാൽ, പൂജനാർഹം ആദരിക്കപ്പെടേണ്ടവനെ, അപൂജയത് ആദരിച്ചു, അതായത് പൂജിച്ചു. അവന്റെ മധുരമായിട്ടുള്ള വചനങ്ങൾ കേട്ട ദശരഥൻ എത്തിയിരുന്ന പ്രിയാതിഥിയെ കണ്ടു. എന്നിട്ട് വലിയ ആദരവോടെ സ്വീകരിച്ചു, പൂജിച്ചു. അതിഥി സൽക്കാരവും വിനയപൂർവവുമായിട്ടുള്ള പെരുമാറ്റവും ധാർമ്മിക ജീവിതത്തിന്റെ അടയാളങ്ങളാണ്. അടുത്ത ശ്ലോകം. തദസ്താമുഷിതോ രാത്രിം സഹപുത്രൈർമഹാത്മഭിഃ പ്രഭാതേ പുനരുദ്ധായ കൃത്വാ കർമാണി തത്വവിത് ഋഷീംസ്തദാ പുരസ്കൃത്യ യജ്ഞവാടമുപാഗമത്. തദസ്താമുഷിതോ രാത്രിം സഹപുത്രൈർമഹാത്മഭിഃ പ്രഭാതേ പുനരുദ്ധായ കൃത്വാ കർമാണി തത്വവിത് ഋഷീംസ്തദാ പുരസ്കൃത്യ യജ്ഞവാടമുപാഗമത്. തതഃ തുടർന്ന്, താം രാത്രിം ഉഷിതഃ ആ രാത്രി താമസിച്ചു, സഹപുത്രൈഃ പുത്രന്മാരോടുകൂടെ, മഹാത്മഭിഃ മഹാത്മാക്കളായ, പ്രഭാതേ പ്രഭാതത്തിൽ, പുനഃ ഉദ്ധായ വീണ്ടും എഴുന്നേറ്റ്, കൃത്വാ കർമാണി നിത്യകർമ്മങ്ങളൊക്കെ നിർവഹിച്ചു, തത്വവിത് ജ്ഞാനിയായവൻ, ഋഷീൻ പുരസ്കൃത്യ ഋഷിമാരെ മുൻനിർത്തി,
യജ്ഞവാട്ടം ഉപാഗമത്, യാഗശാലയിൽ എത്തി. അതായത് ശേഷം ദശരഥൻ മഹാത്മാക്കളായ പുത്രന്മാരോടൊപ്പം രാത്രി താമസിച്ചു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. എന്നിട്ട് ഋഷിമാരെ മുൻനിർത്തി യാഗശാലയിലേക്ക് പോയി. അതായത് നിയമാനുഷ്ഠാനവും ഗുരുഭക്തിയും ധാർമ്മിക ജീവിതത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. അടുത്ത ശ്ലോകം. യുക്തേ മുഹൂർത്തേ വിജയേ സർവാഭരണഭൂഷിതഃ ഭ്രാതുഭിഃ സഹിതോ രാമഃ കൃതകൗതുകമംഗളഃ. യുക്തേ മുഹൂർത്തേ വിജയേ സർവാഭരണഭൂഷിതഃ ഭ്രാതൃഭിഃ സഹിതോ രാമഃ കൃതകൗതുകമംഗളഃ. യുക്തേ മുഹൂർത്തെ, യോജിച്ച മുഹൂർത്തത്തില്, വിജയേ, വിജയകരമായ സമയത്ത്, സർവാഭരണഭൂഷിതഃ, എല്ലാ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട, ഭ്രാതൃഭിഹി സഹിതഃ, സഹോദരന്മാരോടുകൂടെ, രാമഃ, ശ്രീരാമൻ, കൃതകൗതുകമംഗളഃ, മംഗളചടങ്ങുകൾ പൂർത്തിയാക്കിയവൻ. അതായത് ശുഭമുഹൂർത്തത്തിൽ എല്ലാ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട ശ്രീരാമൻ സഹോദരന്മാരോടൊപ്പം മംഗള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി എത്തി. അതായത് ശുഭകാര്യങ്ങള് ശാസ്ത്രാനുസൃതമായിട്ട് മംഗളകരമായിട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത ശ്ലോകം. വസിഷ്ഠം പുരതഃ കൃത്വാ മഹർഷീനപരാനഭി പിതുസ്സമീപമാശ്രിത്യ തസ്ഥൗ ഭ്രാതൃഭിരാവൃതഃ. വസിഷ്ഠം പുരതഃ കൃത്വാ മഹർഷീനപരാനഭി പിതുസ്സമീപമാശ്രിത്യ തസ്ഥൗ ഭ്രാതൃഭിരാവൃതഃ. വസിഷ്ഠം പുരതഃ കൃത്വാ, വസിഷ്ഠ മഹർഷിയെ മുൻനിർത്തി, മഹർഷീൻ അപരാൻ അഭി, മറ്റു മഹർഷിമാരെയും, പിതുഹു സമീപം ആശ്രിത്യ, പിതാവിന്റെ സമീപത്ത് ചെന്നു, തസ്ഥൗ നിന്നു, ഭ്രാതൃഭിഹി ആവൃതഃ, സഹോദരന്മാരാല് ചുറ്റപ്പെട്ട്. അതായത് വസിഷ്ഠ മഹർഷിയെയും മറ്റു മഹർഷിമാരെയും മുൻനിർത്തി സഹോദരന്മാരോടുകൂടെ ശ്രീരാമൻ പിതാവിന്റെ സമീപത്ത് നിന്നു. ഗുരുവിനും മാതാപിതാക്കൾക്കും ആദരവ് നൽകുന്ന വിനയശീലം മനുഷ്യന്റെ മഹത്വമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ശ്ലോകങ്ങളില് രാജകുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ, അതിഥി സൽക്കാരം, ഗുരുഭക്തി, നിത്യകർമാനുഷ്ഠാനം, ശുഭമുഹൂർത്തത്തിന്റെ പ്രാധാന്യം, മാതാപിതാക്കൾക്കും മഹർഷിമാർക്കും നൽകേണ്ട ആദരവ് എന്നിവ വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. ശ്രീരാമന്റെ വിനയവും ധാർമ്മിക ജീവിതവും മാതൃകാപരമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. നമുക്കൊരിക്കൽ കൂടെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ത്വരയാഭ്യുപയാതോഹം ദ്രഷ്ടുകാമസ്വസുസുതം തസ്യ ത്വം രാജശാർദൂല പ്രീതിം കർത്തുമിഹാർഹസി തസ്യ തത്വചനം ശ്രുത്വാ മധുരം മധുരാക്ഷരം അഥ രാജാ ദശരഥഃ പ്രിയാതിഥിമുപസ്ഥിതം ദൃഷ്ട്വാ പരമസത്കാരൈഃ പൂജനാർഹമപൂജയത്. തതസ്താമുഷിതോ രാത്രിം സഹ പുത്രൈർമഹാത്മഭിഃ പ്രഭാതേ പുനരുദ്ധായ കൃത്വാ കർമാണി തത്വവിദ് ഋഷീംസ്തദാ പുരസ്കൃത്യ യജ്ഞവാടമുപാഗമത്. യുക്തേ മുഹൂർത്തേ വിജയേ സർവാഭരണഭൂഷിതഃ ഭ്രാതൃഭിഃ സഹിതോ രാമഃ കൃതകൗതുകമംഗളഃ. വസിഷ്ഠം പുരതഃ കൃത്വാ മഹർഷീനപരാനഭി പിതുസ്സമീപമാശ്രിത്യ തസ്ഥൗ ഭ്രാതൃഭിരാവൃതഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.